നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്നലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എത്തിയിരുന്നു. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ചയും നടത്തി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. ബി.ജെ.പി. നേതാക്കളായ S. സുരേഷ്, രാധാകൃഷ്ണ മേനോൻ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം പെരുന്നയിലേക്ക് എത്തിയത്. 15 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു. രാഷ്ട്രീയ സന്ദർശനമല്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് എന്ന ചുമതലയ്ക്ക് പിന്തുണ തേടിയാണ് എത്തിയതെന്നും സന്ദർശനത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനല്ല, പകരം ജി സുകുമാരൻ നായരുടെ അനുഗ്രഹം തേടാനാണ് എത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. കേരളത്തിന്റെ വികസനത്തിനായി എല്ലാവരും കൂടെ ഉണ്ടാകണം എന്നാണ് ബി.ജെ.പി. ആഗ്രഹിക്കുന്നത്. വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമില്ല എന്ന വാദം തെറ്റാണ്. മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്കൊപ്പം ആരാണ് നിന്നതെന്ന കാര്യം ഇതിനകം വ്യക്തമായെന്നും കേരളത്തിലെ എംപിമാർ അവരുടെ കടമ നിർവഹിച്ചിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസും CPIM-ഉം പാർലമെന്റിൽ നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. നാണം കെട്ട രാഷ്ട്രീയമാണ് അവർ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരുന്നേല സന്ദർശനത്തിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ കണിച്ചിക്കുളങ്ങരയിലെത്തി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും സന്ദർശിച്ചു. പെരുന്നയിൽ പോയപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നതിന്റെ ഓഡിയോ കൂടിയുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതിൽ മാധ്യമപ്രവർത്തകർ തമ്മിൽ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കാം. അതിൽ പറയുന്നത്, ഇതെന്തുവാടെ ഇംഗ്ലീഷാ മുഴുവനും, മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നാഴികക്കല്ലാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. എന്നാൽ ഇതിനോടൊന്നും പ്രതികരിക്കാതെ നടന്നു പോകുന്ന രാജീവ് ചന്ദ്രശേഖരനാണ് വീഡിയോയിൽ. ഇതിന് താഴെ വരുന്ന കമന്റുകൾ പലതും ചിന്തിപ്പിക്കുന്നതാണ്. കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ SFI കളിച്ച് നടന്നാൽ ഇങ്ങനെയിരിക്കും. ഷടാ, ഇവരാണല്ലോ 15 ലക്ഷം എപ്പോ കിട്ടും എന്ന് ഇടയ്ക്കിടെ ചോദിക്കുന്നത്. യവൻ തന്നെയല്ലേ മച്ചമ്പി 15 ലക്ഷത്തിന്റെ തർജ്ജമ കൊടുത്തത്? ഓക്കെ, ഇവന്മാരെ ഇനി കുറ്റം പറയരുത്. മൈൽ സ്റ്റോൺ നാഴികക്കല്ലാണെന്ന് തന്നെ മനസ്സിലാക്കിയത് മഹാഭാഗ്യം. മാസ്റ്റർ ഓഫ് ജേർണലിസം ഒക്കെ ഉന്നത റാങ്കോടുകൂടി പാസ്സായി വന്നവരുടെ അവസ്ഥ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.